നാഷണൽ ആയുഷ് മിഷൻ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ സർക്കാർ മാതൃക ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഇടക്കൊച്ചിയുടെ നേതൃത്വത്തിൽ വയോജന ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇടക്കൊച്ചി 16ാം ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൗരന്മാർക്കുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയുഷാണ് ഇതിന്റെ സംഘാടകനായിട്ട് ഇതിന്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 4 ചികിത്സാ രീതിയും ഒരു ആരോഗ്യ പരിശീലനവും ആണ് ആയുഷ്. ആയുർവേദം, നമ്മുടെ യുനാനി, സിദ്ധ, ഹോമിയോ, അതോടൊപ്പം യോഗ. അപ്പൊ 4 പാരമ്പര്യ ചികിത്സാ സമ്പ്രദായവും കൂടെ ഒരു പരിശീലനം അടക്കം കൂടെ തന്നെ ആയുഷ് എന്ന് പറയുന്നത്. അതിന്റെ ആദ്യത്തെ കേന്ദ്രമുള്ള സ്ഥാപിതമായിരിക്കുന്നത് യോഗ പരിശീലന കേന്ദ്രം സ്ഥാപിതമായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഭാവിയിൽ മുതിർന്ന പൗരന്മാരുടെ നഗരമായി മാറാൻ പോവുകയാണ്. കാരണം യങ്സ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് മുതിർന്ന പൗരന്മാരും ഇവിടെ ഉണ്ടാവുന്നു. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ നാഷണൽ ഓർഗനൈസേഷൻ ഈ 60 വയസ്സെന്നുള്ള വാർദ്ധക്യം 70 വയസ്സാക്കി. 60 വയസ്സെന്നൊരു മധ്യവയസ്കരെന്ന് പറയുള്ളൂ. കാരണം 70 വയസ്സാണ് ഇപ്പോൾ ശരിക്കും വയോജനം അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ ഇതായി ഗവൺമെന്റ് ഹെൽത്ത് ഓർഗനൈസേഷൻ മാറ്റിയിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കായി ജനറൽ മെഡിക്കൽ ക്യാമ്പ്, ആരോഗ്യ സ്ക്രീനിംഗ്, സൗജന്യ രക്തപരിശോധന, വയോജന യോഗ പരിശീലനം, ബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് സംഘടിപ്പിച്ചത്. 15ാം ഡിവിഷൻ കൗൺസിലർ ജീജ ടെൻസൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി മാർഗ്രറ്റ് VG, കണ്ടക്കടവ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത K ഷേണായി, ഫാർമസിസ്റ്റ് ആർച്ച S ചന്ദ്രൻ, യോഗ ഇൻസ്ട്രക്ടർ നവീന അനിൽകുമാർ, ADS ചെയർപേഴ്സൺ വിജി അനിൽകുമാർ, JPHN പ്രജീഷ, മൾട്ടിപർപ്പസ് വർക്കർ അമിത എന്നിവർ സംസാരിച്ചു. കൃത്യമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇനി ക്യാമ്പുകൾ തുടർച്ചയായിട്ട് നമ്മുടെ കോർപ്പറേഷൻ ലിമിറ്റിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇത്തരം ക്യാമ്പുകൾ വയോജനങ്ങൾക്കായി നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചി നഗരസഭ നമ്മുടെ ഇവിടെ ഇടക്കൊച്ചി ഭാഗത്ത് ഇപ്പൊ 2 ഡിവിഷനാണ് ഞാൻ ജിജയും ഉൾക്കൊള്ളുന്ന 2 ഡിവിഷനിലെ വയോജനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വയോജനങ്ങളുടെ എണ്ണം വലിയ തോതിൽ കൂടുതലാണ്. ഇന്ത്യയിലെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. ആയുർദൈർഘ്യമേറിയ ആളുകൾ ഒട്ടനവധിയുള്ള രാജ്യവും നാടാണ് നമ്മുടെ ഇന്ത്യ. കൊച്ചിയിൽ നിന്നും മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. റിജൻ റബല്ലോ, ന്യൂസ് ടുഡേ, ഇടക്കൊച്ചി.